ഇപ്പൊ മാത്രല്ല, ഇനിയും പ്രിയ നിത്യയുടെ ഡ്രസ് ഇടും. ഇന്ന് ഡ്രസ് ഇടരുതെന്ന് പറയുന്നവര് നാളെ നിത്യയുടെ മുറി ഉപയോഗിക്കരുതെന്നും പറയുമല്ലോ. ആ വക തീരുമാനങ്ങളൊന്നും അടിച്ചേൽപ്പിക്കാൻ ഞാൻ നിന്ന് തരില്ല. സൗകര്യം ഉണ്ടെങ്കിൽ അംഗീകരിച്ചാൽ മതി. ഇത് അഹങ്കാരമല്ലേ? അതെ, അഹങ്കാരമാണ്. നിത്യ എന്റെ അനിയത്തിയായിരുന്നു എന്നുള്ള അഹങ്കാരം. ഇവിടെ കൂടി നിൽക്കുന്ന ആരെക്കാളും കൂടുതൽ ഞാൻ അവളെ സ്നേഹിച്ചിരുന്നു എന്നുള്ള അഹങ്കാരം. അത് അഹങ്കാരം മാത്രമല്ല, അവകാശം കൂടിയാ. ഒരേട്ടത്തി അമ്മയുടെ അവകാശം. അപ്പൊ ഇവർക്കൊന്നും ഈ വീട്ടിൽ ഒരു വിലയില്ലെന്നാണോ നീ പറയുന്നത്? വിലയില്ലെന്നാണ് തോന്നുന്നെങ്കിൽ വിലയില്ല. ഒരു വഴക്കുണ്ടാക്കാനല്ലാതെ സ്നേഹത്തോടെ എന്തെങ്കിലും ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടോ ഇവര് വീട്ടില്? ഒരു വാക്ക്, ഒരേ ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടോ? എപ്പോഴും കുഴപ്പങ്ങൾ ഉണ്ടാക്കണം, അതിനനുവദിച്ചാലും പറ്റില്ല. വിട്ടുകള ശരത്തെ, എന്തിനാ വെറുതെ? അമ്മ പറയട്ടെ, അമ്മയുടെ തീരുമാന പ്രധാനം. എന്തായാലും നിങ്ങളെക്കാളിലും മുകളിലാണല്ലോ അമ്മയുടെ സ്ഥാനം. അമ്മ പറയാമേ, ഈ വെളിയ ഡ്രസ് ഇട്ടത് ശരിയാണോ? അങ്ങനെ ചെയ്യാൻ പാടുണ്ടായിരുന്നു? നിത്യ ഡ്രസ് നിത്യക്ക് മാത്രം അവകാശപ്പെട്ടല്ലേ അമ്മേ? പറമേ, അഹങ്കാരമല്ലേ ദേവിക കാണിച്ചത്? നിത്യ മരിച്ച് തലയ്ക്ക് മുകളിൽ നിൽക്കുക. അപ്പൊ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പാടുണ്ടോ? വഴക്ക് വേണ്ട, ഞാൻ ഈ ഡ്രസ്സ് മാറിക്കോളാം. അതിനൊന്നും ആവശ്യമില്ല, നീ ഈ ഡ്രസ് തന്നെ ഇടും. അമ്മ പറഞ്ഞാലും ആര് പറഞ്ഞാലും കേട്ടല്ലോ അമ്മേ, എവളുടെ അഹങ്കാരം കൊണ്ട് സഹിക്കാൻ പറ്റാതായിരിക്കും. പോയി ഊരി മാറ്റാൻ പറയാമേ ആ ഡ്രസ്. മാറിയിടാവൊന്നുമില്ലെങ്കിൽ ഞാൻ വാങ്ങിച്ചു കൊടുക്കാം. നിന്റെ ഔദാര്യം ഒന്നും ഇവിടെ ആർക്കും ആവശ്യമില്ല. അവളുടെ കാര്യങ്ങൾ നോക്കാൻ ഇവിടെ ഞാനുണ്ട്. ഇന്ന് തീരുമാനം ഒന്ന് പറയ് പാർവതി. വലിച്ചു നീട്ടി വെറുതെ പ്രശ്നം വഷളാക്കണ്ട. ഇവളീ ഡ്രസ് ഇട്ടപ്പോ എന്റെ നിത്യമോൾ ഇട്ടതുപോലെ എനിക്ക് തോന്നിയത്. അതുകൊണ്ട് ഇവൾക്ക് ഈ ഡ്രസ് ഇടാം. ഇത് മാത്രമല്ല, നിത്യ ഉപയോഗിച്ചത് മുഴുവൻ ഇവക്കെടുക്കാം. കാരണം എന്റെ നിത്യയുടെ സ്ഥാനത്ത് ഞാൻ ഇവളെ കാണുന്നു. അമ്മേ, എന്റെ നിത്യമോളോ പോയി അതിലും വലിയൊരു നഷ്ടം വരാനുണ്ട്. ഡ്രസ് മുഴുവൻ അലമാരയ്ക്കകത്ത് വെച്ചിട്ട് എന്താ കാര്യം? അതാരെങ്കിലും ഇടട്ടെ മോനെ. എന്റെ തീരുമാനം അതാ.
തീർന്നല്ലോ അല്ലേ? ഇനി ഞങ്ങൾക്ക് പോവല്ലോ. വാ പ്രിയ. നിനക്ക് വിഷമായോ മോനെ? പിന്നെ ആവാതെ. എന്റെ തീരുമാനത്തിന് ഒരു വിലയില്ലാതെ വന്നില്ല. നിരാശപ്പെടണ്ട. ഞാനേ സംസാരിക്കാം പാർവതിയോട്. അവൾ എന്തുകൊണ്ടാ അങ്ങനെ പറഞ്ഞെന്ന് അറിയണമല്ലോ. ആ ശരത്തെ, സൂക്ഷിക്കണം. കൂടെ ഉണ്ടായിരുന്നവരൊക്കെ കളം മാറ്റി ചവിട്ടാൻ തുടങ്ങി. എന്തു പണിയാ പാർവതി നീ കാണിച്ചത്? നമ്മൾ ശരത്തിന്റെ കൂടെയല്ലേ നിൽക്കേണ്ടത്? അതിന് പകരം നീ എന്തിനാ ദേവികയുടെ കൂടെ നിൽക്കാൻ പോയത്? ഞാൻ ദേവികയുടെ കൂടെ അല്ലല്ലോ അമ്മ നിന്നത്, നിത്യയുടെ കൂടെ അല്ലേ. ശരത് മോൻ പറഞ്ഞതല്ലേ അതിന്റെ ശരി. ഇപ്പൊ തന്നെ നിത്യമോളുടെ ഡ്രസ്സ് എടുത്തിടേണ്ട ആവശ്യം ഉണ്ടായിരുന്നോ പ്രിയയ്ക്ക്? എനിക്കറിയില്ല അമ്മ ശരിയും തെറ്റും. പ്രിയയെ കണ്ടപ്പോ എനിക്ക് അങ്ങനെ പറയാനാ തോന്നിയത്. അമ്മ ശ്രദ്ധിച്ചില്ലേ, നിത്യയുടെ ഒരു ചായയില്ലേ അവക്ക്? എനിക്കങ്ങനെയാ തോന്നിയത്. അതുകൊണ്ട് മറുത്തു പറയാൻ എനിക്ക് പറ്റിയില്ല അമ്മേ. ശരത് മോന് നല്ല വിഷമായി. ആണോ? ഇനിയിപ്പൊ എന്ത് ചെയ്യും? എന്ത് ചെയ്യാനാ? പറഞ്ഞതിന് ഇനി മാറ്റി പറയാനൊന്നും നിൽക്കണ്ട, അത് നാണക്കേടാ. അതെ, ഇനി ഇതുപോലുള്ള സന്ദർഭങ്ങൾ വരുമ്പോ ശരത് മോന്റെ കൂടെ നിന്നാ മതി. അതല്ലെങ്കിലും അങ്ങനെ തന്നെയാണല്ലോ അമ്മേ. നമുക്ക് വലുത് ദേവികയല്ലല്ലോ, ശരത്തല്ലേ.